പാരമ്പര്യവും യുവത്വവും കൈകോർത്ത് പുല്ലൂർ പെരിയ പഞ്ചായത്ത് മരുത്തോടിയിൽ അമ്പലത്തറ എഡിഎസിന്റെ നേതൃത്വത്തിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. പരിപാടിയിൽ വെച്ച് പാരമ്പര്യ കർഷകരെ ആദരിക്കുകയും ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന വയലുത്സവത്തിൽ വാർഡിലെ മുതിർന്നവരും കുട്ടികളും ആവേശത്തോടെ പങ്കെടുത്തു. പ്രദേശത്തെ പാരമ്പര്യ കർഷകരായ മുതിർന്ന അമ്മമാരുടെ കൈപിടിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ഇളം തലമുറകൾ വയലിൽ ഞാറുതട്ട് വയലോത്സവം മാതൃകയാക്കി. ആടിയും പാടിയും വയലിലെ ചെളിയിൽ നൃത്തം വെച്ച് മെരുക്കിയെടുത്ത വയലിൽ മഴപ്പൊലിമയിൽ പങ്കെടുക്കാനെത്തിയ ഇളം തലമുറ ആദ്യമായി ഞാറുനടുകയും പിന്നീട് എല്ലാവരും ചേർന്ന് നടിയിൽ ഉത്സവവും നടത്തിയാണ് വയലുത്സവത്തിന് സമാപനം കുറിച്ചത്. വാർഡംഗം ഡോക്ടർ CK സബിത മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ മഹത്തായ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ തലമുറക്ക് അതിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു മഹത്തായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും കൃഷിയെ സ്നേഹിക്കുന്നവരും അതേപോലെ തന്നെ ഏറ്റവും ആശങ്കയോട് കൂടിയിട്ടും ഏറ്റവും നിരാശയോട് കൂടിയിട്ടും പുതിയ കാലത്ത് കൃഷി എടുക്കുന്നില്ല എന്നുള്ള പരാതിപ്പെടുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ നമുക്കൊരു നല്ലൊരു സംസ്കാരത്തെ തിരിച്ചു പിടിക്കാനാകുമെന്നുള്ള നല്ലൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കെ നിഷ അധ്യക്ഷയായി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ VV സുനിത വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി. ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളും പാരമ്പര്യ കർഷകരുമായ കമലാക്ഷിയമ്മ, മാധവിയമ്മ, ജാനകിയമ്മ, PT നാരായണിയമ്മ എന്നിവരെ ആദരിച്ചു. ജില്ലാ മിഷൻ ജീവനക്കാരായ P മനീഷ, B മുരളി, വിശാലിനി, K ജനി എന്നിവർ സംസാരിച്ചു. വാർഡ് ജോയിന്റ് സെക്രട്ടറി C ജയ സ്വാഗതവും ADS അംഗം MV അശ്വിനി നന്ദിയും പറഞ്ഞു. പാസിംഗ് ദ ബോൾ, കസേരക്കളി, സ്പൂൺ റൈസ്, ബലൂൺ പൊട്ടിക്കൽ, കമ്പവലി തുടങ്ങി വിവിധ മത്സരങ്ങളും മഴയുത്സവത്തിന്റെ ഭാഗമായി നടന്നു. ADS അംഗങ്ങളായ A നിമിഷ, ദീപ സജി, M രജനി, K ശൈലജ, A പ്രസീന, A അനിത, E ഓമന തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ജില്ലാ മിഷൻ അംഗങ്ങൾ, ADS അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, കുട്ടികൾ തുടങ്ങി നിരവധി ആളുകൾ മഴയുത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിയ.